ഏരിയ തന്നിരിക്കുന്നത് ഏരിയ A is equal to 144 സെന്റിമീറ്റർ സ്ക്വയർ 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ A is equal to L into B ആണ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നും എക്സ് ഇൻറ്റു 10x എന്ന് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 144. ഇന്നത്തെ വീഡിയോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, രണ്ടാകൃതി സമവാക്യങ്ങൾ. ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 10 centimeters more than its breadth and its area is 144 square centimeters. What are the length and breadth? ഒരു ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ നീളം വീതിയേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതലാണ്. നീളവും വീതിയും കണ്ടുപിടിക്കുക. ഇവിടെ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ വീതി ബി, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെന്ത് എൽ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ആണ്. വീതിയേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതലാണ്. ലെന്ത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്നെടുക്കുന്നു. ഇനി ഇതിൻ്റെ ഏരിയ തന്നിരിക്കുന്നത് ഏരിയ A is equal to 144 സെന്റിമീറ്റർ സ്ക്വയർ 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ A is equal to L into B ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷനെ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ലെന്ത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈക്വൽ ടു 144 എന്നെടുക്കുന്നു. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നും എക്സ് ഇൻറ്റു 10x എന്ന് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 144. ഇക്വേഷനായി എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 144 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എടുക്കാം. പക്ഷേ ഇവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആയിരിക്കും എളുപ്പം. കാരണം ഇവിടെ 10x ഉണ്ട്. 10xന്റെ പകുതി എടുത്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി, വർഗം പൂർത്തിയാക്കൽ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 10ന്റെ പകുതി 5ന്റെ സ്ക്വയർ 5 സ്ക്വയർ is equal to 144 പ്ലസ് 5 സ്ക്വയർ 25 ഇവിടെ ചേർക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 169. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 169 ആണ്. അപ്പോൾ 10ന്റെ പകുതി 5ന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്വേഷനെ മാറ്റി എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169. അതായത് എക്സ് പ്ലസ് 5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13. ഇനി ഇവിടെ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 13 ഓർ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു മൈനസ് 13. അപ്പോൾ x is equal to 13 minus 5 equal to
8 എന്നും ഓർ x is equal to minus 13 minus 5 equal to minus 18 എന്നും കിട്ടുന്നു. ഇവിടെ x എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്, വീതിയാണ്. അതൊരു നീളമായതുകൊണ്ട്, ലെങ്ത് ആയതുകൊണ്ട്, ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ആ നമ്പർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ x is equal to 8 എന്ന വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. -18 എടുക്കാൻ പറ്റില്ല. അപ്പോൾ x is equal to 8. അപ്പോൾ നമ്മുടെ അടുത്ത വാല്യൂ ആയ x plus 10 equal to 18 എന്നെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ വീതി ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 8 എന്നും L is equal to ലെങ്ത് ഈസ് ഈക്വൽ ടു നീളം ഈസ് ഈക്വൽ ടു 18 എന്നും കിട്ടുന്നു. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ലെങ്ത് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഏരിയ L ഇൻറ്റു B ഈക്വൽ ടു 8 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 144 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 28 meters ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 10 meters. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഒരു റെക്ടാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ 28 മീറ്ററും അതിൻ്റെ ഒരു വികരണം ഡയഗണൽ 10 മീറ്ററുമാണ്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കുക. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡ് x ആണ്, അടുത്ത സൈഡ് അപ്പോൾ 14 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 28 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് നീളം പ്ലസ് വീതി L പ്ലസ് ബിയുടെ ഇരട്ടി 2 മടങ്ങാണ്. അതായത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ് 28. അതുകൊണ്ട് തന്നെ L പ്ലസ് ബി ഈസ് ഈക്വൽ ടു 14 എന്നെടുക്കാം. അപ്പോൾ ഒരു സൈഡ് എക്സ് എന്ന് വിചാരിച്ചാൽ അടുത്ത സൈഡ് 14 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് 14 മൈനസ് എക്സ് ആണ് രണ്ട് സൈഡുകൾ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡിനെ എക്സ് എന്ന് എടുക്കുന്നു, അടുത്തത് 14 മൈനസ് എക്സ് എന്ന് വിചാരിക്കും. ഇനി ഇവിടെ പെരിമീറ്റർ അല്ല തന്നിട്ടുള്ളത്, ഡയഗണൽ തന്നിട്ടുണ്ട്, ഓരോ സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിളിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് 10 സെൻറ്റിമീറ്റർ, പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എക്സും 14 മൈനസ് എക്സും. അപ്പോൾ അതിൽ നിന്ന് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് all square equal to 10 square. Base square plus altitude square is equal to hypotenuse square എന്ന രീതിയിൽ ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഓൾ സ്ക്വയർ, അതായത് 14 സ്ക്വയർ 196 മൈനസ് 2ab 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ് 28x പ്ലസ് എക്സ് സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന ഫോമിൽ എടുക്കുന്നു. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 100. ഇവിടെ ഇത് ആഡ് ചെയ്യുന്നു. 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196
ഈക്വൽ ടു 100 എന്ന ഇക്വേഷൻ. അപ്പോൾ 2x² മൈനസ് 28x ഈക്വൽ ടു 100 മൈനസ് 196. ഇവിടെ 2x² മൈനസ് 28x ഈക്വൽ ടു മൈനസ് 96. 100 മൈനസ് 196. ഈ ഇക്വേഷൻ കുറച്ചുകൂടി ചെറുതാക്കാം. കോമൺ ആയിട്ട് എല്ലാ ടൈമിലും 2 ഉണ്ട്, അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ x² മൈനസ് 14x ഈക്വൽ ടു 96ന്റെ പകുതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനായി x² മൈനസ് 14x ഈക്വൽ ടു മൈനസ് 48 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പ്ലസ് 48 ഈക്വൽ ടു 0 എന്ന് മാറ്റിയിട്ടില്ല. കാരണം ഇവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതിലും എളുപ്പം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ്. കാരണം 14ന്റെ പകുതി കൃത്യമായിട്ട് കിട്ടും. അത് 48ഉമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അതുകൊണ്ട് തന്നെ ഇക്വേഷനെ ഈ 14ന്റെ പകുതിയായ 7 സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ചേർത്തിട്ട് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇവിടെ x² മൈനസ് 14x പ്ലസ് 7 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 48 പ്ലസ് 7 സ്ക്വയർ 49. അപ്പോൾ ഇവിടെ x മൈനസ് 7 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് x മൈനസ് 7 ഈക്വൽ ടു 1 or x minus 7 is equal to minus 1. X is equal to 1 plus 7 equal to 8 or x is equal to minus 1 plus 7. അപ്പോൾ ഇവിടെ x is equal to 8 എടുത്താൽ 14 മൈനസ് x is equal to 6 എന്ന് കിട്ടുന്നു. x is equal to 6 എടുത്താൽ 14 മൈനസ് x is equal to 8 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കാം. ലെങ്തും ബ്രെഡ്ത്തും ആണ്. അപ്പോൾ വലിയ നമ്പർ ആയിരിക്കും ലെങ്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ L is equal to 8 സെന്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് is equal to 6 സെന്റിമീറ്റർ എന്നും എടുക്കാം. ഇവിടെ യൂണിറ്റ് സെന്റിമീറ്റർ അല്ല, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മീറ്ററിലായിരുന്നു. അതുകൊണ്ട് തന്നെ L is equal to 8 മീറ്ററും B is equal to 6 മീറ്ററുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the length of a rectangle is 3 meter more than thrice its breadth. Its diagonal is 1 meter longer than the length. What are the length and breadth of the rectangle? The length of a rectangle is 3 meter more than thrice its breadth. വീതിയുടെ 3 ഇരട്ടിയേക്കാൾ 3 meter more than 3 മീറ്റർ കൂടുതലാണ്. അതുപോലെ ഡയഗണൽ വികർണം ലെന്തിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. ലെന്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ വീതിയെ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ എക്സ് എന്ന് വിചാരിക്കുന്നു. ബി ഈസ് ഈക്വൽ ടു എക്സ്. ഇനി ലെന്ത് എൽ ഈസ് ഈക്വൽ ടു വീതിയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെന്ത് 3x പ്ലസ് 3. ഇനി ഇവിടെ ഡയഗണൽ d is equal to 3x പ്ലസ് 3 പ്ലസ് 1, അതായത് 4. 3x പ്ലസ് 4 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ x² പ്ലസ് 3x പ്ലസ് 3
ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x plus 4 the whole square. അപ്പോൾ ഇവിടെ x സ്ക്വയർ പ്ലസ് 3x ന്റെ സ്ക്വയർ 9x സ്ക്വയർ പ്ലസ് 2 into a into b 3 into 3 9 9 into 2 18x plus 9 ആദ്യത്തെ x സ്ക്വയർ 3x plus 3 all square 9x square plus a into b 2 into a into b 2 into 3 6 6 into 3 18 plus 3 the square 9 equal to 3x square 3x plus 4 all square അതായത് 9x square plus 2 into 3 into 4 equal to 24x plus ഇനി ഈ ഇക്വേഷനെ മാറ്റി എഴുതുന്നു. രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഇവിടെ 9x സ്ക്വയർ ഉണ്ട്. 9x സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി x സ്ക്വയർ പ്ലസ് 18x ഉണ്ട്. റൈറ്റ് സൈഡിൽ 24x ഉണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. മൈനസ് 24x പ്ലസ് ലെഫ്റ്റ് സൈഡിൽ 9 എങ്ങനെ തന്നെ എഴുതി 9 മൈനസ് റൈറ്റ് സൈഡിലെ 16 എഴുതി ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x സ്ക്വയർ മൈനസ് 6x മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ എളുപ്പത്തിന് ഇവിടെയും കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് 7നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇക്വേഷൻ നമുക്ക് x സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 7 എന്ന് കിട്ടുന്നു. പോസിറ്റീവ് 7 ആകുന്നു. ഇനി കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി 6ന്റെ പകുതിയായ 3യുടെ സ്ക്വയർ രണ്ട് സ്ഥലത്തും ചേർക്കുന്നു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചേർക്കുന്നു. x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് 9. ഇവിടെ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈ രൂപത്തിലെടുക്കാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചു. അപ്പോൾ x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 പ്ലസ് 9 16. അപ്പോൾ x മൈനസ് 3 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16. അപ്പോൾ ഇവിടെ x മൈനസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. x ഈക്വൽ ടു 4 plus 3 or x is equal to minus 4 plus 3. X is equal to 7 or x is equal to minus 1. ഇവിടെ x എന്ന് പറയുന്നത് നീളമാണ്, ബ്രെഡ്ത്താണ്. അപ്പോൾ ഒരു നീളമാണ്, അതുകൊണ്ട് തന്നെ മൈനസ് വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ വീതി b ഈസ് ഈക്വൽ ടു 7 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടെ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ L ഈസ് ഈക്വൽ ടു 3x പ്ലസ് 3 equal to 3 into 7 plus 3 equal to 21 plus 3 equal to 24. ഈ റെക്ടാങ്കിളിന്റെ വീതി b is equal to 7 meter
ആൻഡ് L ഈസ് ഈക്വൽ ടു 24 മീറ്റർ. അപ്പോൾ ഇന്ന് ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുള്ള കണക്ക് ചെയ്തിരുന്നു. ചില കണക്കുകൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. ഇതുപോലുള്ള കണക്കുകൾ നമുക്ക് ബിയുടെ സെക്കൻഡ് ടൈമിൻ്റെ പകുതി പെട്ടെന്ന് കാണാൻ പറ്റുന്ന കണക്കുകൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് കണക്കുകൾ കൂടി ബാക്കിയുണ്ട്. കൂടുതലായിട്ട് റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെരിമീറ്റർ തരാം. പെരിമീറ്റർ തന്നിട്ട് പെരിമീറ്ററിൻ്റെ പകുതിയാണ് L+B, ആ രൂപത്തിലുള്ള കണക്ക് ചെയ്യാം. അപ്പോൾ ബിനെയോ എല്ലിനെയോ എക്സ് എന്നെടുത്ത് അടുത്ത വാല്യൂ എടുത്ത് ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് L×B എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഏരിയ കാണുന്ന ഇക്വേഷൻ അതിൽ നിന്നും ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ടാക്കാം. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാം. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് ഡയഗണൽ തന്നിട്ട് അവിടെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്ന മോഡൽ ഒരു കണക്കുണ്ട്. അതുപോലെ നീളവും വീതിയും ഏരിയയും ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. നീളവും വീതിയും പെരിമീറ്ററും ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യനിലെ കഥ വായിച്ചിട്ട് ഏതാണ് എടുക്കേണ്ടതെന്ന് നോക്കുക. പിന്നെ സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യുന്ന രീതി അത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി അടുത്ത കണക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.